ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മാങ്ങ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്വീറ്റാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ളൊരു സ്വീറ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്വീറ്റ് തയ്യാറാക്കാനായിട്ട് നന്നായിട്ട് പഴുത്തിട്ടുള്ള മീഡിയം സൈസിലുള്ള 2 മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ 2 മാങ്ങയും കഷ്ണങ്ങളാക്കി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം പിന്നെ നമുക്കൊരു ബൗളിലേക്ക് 2 കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുക്കാം. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. റവ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു നുള്ളു ഉപ്പാണ്. നമ്മുടെ മാങ്ങയുടെ പുളിപ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാൻ 1/2 കപ്പ് അളവിൽ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മാങ്ങയുടെ പുളിപ്പിനും മധുരത്തിനും ഒക്കെ അനുസരിച്ചിട്ട് പഞ്ചസാരയുടെ അളവ് കൂട്ടി കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടെയും ചേർത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മാങ്ങ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അരച്ച് വെച്ചിട്ടുള്ള മാങ്ങ കപ്പളവിൽ 1 കപ്പ് അളവിലാണ് ഉള്ളത്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഈ ഒരു മാങ്ങ വെച്ചിട്ട് തന്നെ നമുക്ക് ആദ്യം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മാങ്ങ മാത്രം ചേർത്ത് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഈ ഒരു പരുവത്തിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് പാൽ കൂടെ ചേർത്തിട്ട് കുറച്ചൊന്ന് ലൂസായിട്ടുള്ള ഒരു പരുവത്തിലൊന്ന് കുഴച്ചെടുക്കാം. അപ്പം ഞാൻ മൊത്തത്തിൽ 1 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഈ പാല് നമുക്ക് 2 പ്രാവശ്യമായിട്ട് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. 1 കപ്പ് പാല് മുഴുവനായിട്ട് ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പാല് ചേർത്ത് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും കിട്ടുന്നത്. കുറച്ചൊന്ന് ലൂസായിട്ടുള്ളൊരു പരുവത്തിൽ വേണം നമുക്ക് ഈ ഒരു മാവൊന്ന് കിട്ടേണ്ടത്. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് അടച്ച് മാറ്റി വെക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ റവയൊക്കെ കുറച്ചൊന്ന് കുതിർന്ന് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും. ഇപ്പം ഞാനൊരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 1/4 കപ്പ് അളവിൽ പാല് കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. സോഡാപ്പൊടിയും പാലും ഒക്കെ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സോഡാപ്പൊടി റവയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ ഒന്ന് എത്തത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണമെന്ന് കുഴച്ച് എടുക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കണം. അതിനായിട്ട് കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ ഏത് പാത്രമാണോ ഉള്ളത് അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ കുറച്ച് എണ്ണ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള റവയൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കണം. അതിനായിട്ട് ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ആവി വന്നതിന് ശേഷം നമ്മൾ മാവ് ഒഴിച്ച് വെച്ചിട്ടുള്ള കേക്ക് ടിന്ന് നമുക്ക് ഇതിലേക്കൊന്ന് വെച്ചതിന് ശേഷം അടച്ച് വെച്ചിട്ട് 20 മുതൽ 25 മിനിറ്റ് വരേക്കൊന്ന് വേവിച്ച് എടുക്കാം. ഇപ്പം ഞാനൊരു 25 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സ്വീറ്റ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് കുത്തി നോക്കി കഴിഞ്ഞാൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ വരണം. ഇനി ഒട്ടിപ്പിടിച്ച് വരുന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് ആവിയിൽ വേവിച്ച് എടുത്താൽ മതിയാവും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. നല്ലതുപോലെ തണുത്തതിന് ശേഷം വേറൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റാം. നമ്മൾ എണ്ണ പുരട്ടി കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇളക്കി എടുക്കാനായിട്ട് പറ്റും. നല്ലതുപോലെ തണുത്തിട്ട് വേണം ഇതൊന്ന് ഡീമോൾഡ് ചെയ്ത് എടുക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാംഗോ സ്വീറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മാങ്ങയുടെ സീസണൊക്കെ കഴിയുന്നതിന് മുമ്പേ തന്നെ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നമുക്ക് അരമണിക്കൂറിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്വീറ്റ്. അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.